കാഫ നേഷൻസ് കപ്പിനായുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ ടൂർണമെന്റ് AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ പോരിലേക്ക് അവസാന ശ്രമം നടത്തും മുൻപ് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം തിരികെ പിടിക്കാനുള്ള പോരാട്ടമാണ് കാഫ നേഷൻസ് കപ്പ്. പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് താരങ്ങളെ വിട്ടു നൽകാൻ സൗകര്യമില്ലെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അറിയിച്ചു. അതിനാൽ കൊൽക്കത്തൻ ക്ലബിൽ നിന്നുള്ള താരങ്ങൾ ഇല്ലാതെയാണ് 23 അംഗ ടീമിനെ ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ടീമിനോട് സൗകര്യമില്ലെന്ന് പറയാൻ ISL ക്ലബ്ബുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഫുട്ബോളിനെ നശിപ്പിക്കുന്നത് ആരാണ്? ISL ക്ലബ്ബുകൾ ഒന്നാകെ ഇപ്പോൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിച്ച ടൂർണമെന്റ് ചുരുങ്ങിയ കാലം കൊണ്ട് I-ലീഗിനെ പിന്നിലാക്കി ഇന്ത്യയുടെ 1-ാം ഡിവിഷൻ ലീഗായി മാറിയ കാലത്ത് നിന്നാണ് നടത്തിപ്പ് പോലും പ്രതിസന്ധിയിലായത്. 28-ന് സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നതിന് മുൻപ് AFF-ഉം ISL സംഘാടകരായ FSDL-ഉം ധാരണയിൽ എത്തിയില്ലെങ്കിൽ ISL പ്രതിസന്ധിയിലാകും. ഇതാണ് ക്ലബ്ബുകളെ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദൗർബല്യമേറെയുണ്ട് ഇന്ത്യൻ ടീമിന്. അവിടെയാണ് സൂപ്പർ ക്ലബ്ബുകളിൽ നിന്നുള്ള താരങ്ങളെ കളിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം. പ്രതീക്ഷ കൈവിടാതെ തയ്യാറെടുക്കുകയാണ് ഖാലിദ് ജമീലും സംഘവും. ഇന്ത്യൻ ഫുട്ബോളിന്റെ തകർച്ചയിൽ പരിഹാരം കാണാൻ AFF പ്രസിഡന്റ് കല്യാൺ ചൗബെ അടക്കമുള്ള നേതൃത്വത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് കരുതാൻ വയ്യ. ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, മികച്ച ടീമിനെ പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോൾ. ISL സംഘാടകരായ FSDL-ഉം AFF-ഉം തമ്മിലുള്ള കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ പുതിയ AFF ഭരണഘടന സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് വരണമെന്നാണ് ഭരണസമിതിയുടെ വാദം. പുതിയ കായിക ഭരണനിർവഹണ ബിൽ കൂടി പരിഗണിച്ചാകും ഉത്തരവെന്ന് സുപ്രീം കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണണമെന്ന് നിർദ്ദേശവുമുണ്ട്. പരസ്പരം ഇങ്ങനെ പഴിചാരുന്നതിനിടയിൽ നല്ല ടീമെന്ന സ്വപ്നമാണ് പരിശീലകനും ആരാധകർക്കും നഷ്ടമാകുന്നത്. 3 മലയാളി താരങ്ങളെ ഉൾപ്പെടുത്തി 23 അംഗ ടീമിനെയാണ് ഖാലിദ് ജമീൽ തയ്യാറാക്കിയത്. വിരമിക്കൽ തീരുമാനം മാറ്റി തിരിച്ചെത്തിയ സുനിൽ ഛേത്രിക്ക് കാഫ നേഷൻസ് കപ്പ് ടീമിൽ ഇടമില്ല. പക്ഷേ ഇനിയും സുനിൽ ഛേത്രിയെ പരിഗണിക്കുമെന്നും ഖാലിദ് ജമീൽ പറയുന്നു. തജിക്കിസ്ഥാനിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തജിക്കിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവരെയാണ് ഇന്ത്യ നേരിടേണ്ടത്. ടൂർണമെന്റിന് ശേഷം AFC ഏഷ്യൻ കപ്പിൽ 4 മത്സരങ്ങളും ഇന്ത്യക്കുണ്ട്. വിവാദങ്ങൾ കാരണം തലകുനിച്ച ഇന്ത്യൻ ഫുട്ബോളിനെ ജയങ്ങളിലൂടെ തിരിച്ചെത്തിക്കാൻ ഖാലിദ് ജമീലിനും സംഘത്തിനും സാധിക്കുമോ എന്ന് കാത്തിരിക്കാം.